Please stop crying. I am happy. I am very, very happy. Okay, so beautiful journey. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഒനിലിനെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയാണ്. യു നോ ദാറ്റ് യു ആർ ഓൾ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിൻ്റെ പേര്, നമുക്ക് ഇത്രയും ദിവസമൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. ഇവിടെ കയറിയപ്പോൾ എങ്ങനെയായിരുന്നു ഒരു സ്വീകരണം ഉണ്ടാവും എന്താണെന്നൊക്കെ അറിയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്, ഇത്രയും ദിവസം നിൽക്കാൻ പറ്റി എല്ലാവരും കൂടെ. എല്ലാവരും സൂപ്പർ ഗെയിമേഴ്സാണ്. പിന്നെ എൻ്റെ അവാർഡ് അതെ, എൻ്റെ ബെസ്റ്റ് ഈത്ത് അവാർഡൊക്കെ കിട്ടി എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ മമ്മിക്ക് ഇവിടെ വരാൻ പറ്റി, അനിയന് വരാൻ പറ്റി. ഇത്രയും വലിയ സന്തോഷം വേറെ ഇല്ല. എനിക്ക് മമ്മി പറഞ്ഞ് ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് മീ എന്നുള്ളത്. അതുപോലെ അവിടെ ഞാൻ ജയിച്ച്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് ഇവിടെ ഇട്ടിട്ടും പോണേണ്. ഫോർട്ട് കൊച്ചിൻ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആയി മാറി. പിന്നെ റെപ്രസെന്റ് ഫോർട്ട് കൊച്ചിൻ. അതുകൂടാണ്ട് ഒരു ബിഗ് ബോസ് ലെജൻഡായി മാറാൻ പറ്റി. കമോൺ, സീസൺ 7 എല്ലാം ടഫസ്റ്റ് സീസൺ. വി ആർ ഓൾ ലെജൻഡ്സ്. നമ്മുടെ എല്ലാവരുടെയും കോൺവെർസേഷൻസ് ഞാൻ മിസ് ചെയ്യും. നമുക്കിതൊരു കോളേജ് ലൈഫിലേക്ക് തിരിച്ചു പോയതുപോലെയായിരുന്നു എനിക്ക്. അതുപോലെ ഒരു പിന്നൊരു മൂത്ത ചേട്ടനെ പോലെയായിരുന്നു ഇവർക്ക്, നമ്മുടെ അനുക്കും ഒക്കെ. അപ്പോൾ അവരെയൊക്കെ ഞാൻ മിസ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, വീട്ടിലേക്ക് വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്കൊരു ചേട്ടൻ ഉണ്ടാവും ഫോർ ലൈഫ്. അത് എപ്പോഴും. ഈവൻ എൻ്റെ അനിയൻ നെവിൻ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാവരും മിസ് ചെയ്യും. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും പുറത്തൊക്കെ പോയിട്ട് ചെറിയ വീടിൻ്റെ അകത്തേക്ക് വിട്ടു, പരിചയമില്ലാത്ത ആൾക്കാർ. ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമുക്ക് ഭാഗ്യം ചെയ്തവരാണ്. ഈ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ 20-ൽ ഒരാളാവാൻ പറ്റി. 60 ദിവസത്തോളം നമ്മളവിടെ നിന്നു. പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഒനിൽ എന്നുള്ളൊരു പേര് ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമായി. അതിൽ പ്രേക്ഷകർ ഒരുപക്ഷെ ഒനിലിനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒനിൽ എന്നുള്ള ആളുടെ ഒരു 5% കല മാത്രമേ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളൂ. കാരണം ബിഗ് ബോസിൽ അതൊരു ഗെയിമാണ്. ആ ഗെയിം ആ രീതിയിൽ കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി മുന്നോട്ടുള്ള ജേണിയിൽ എനിക്ക് ആക്ച്വലി ഒരുപാട് ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഉണ്ടായ കുറേ കലകളും കലാവാസനകളൊക്കെ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ 10 വർഷം നിന്നു വക്കീലായിട്ട്. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ശേഷമാണ് ഞാൻ എല്ലാം ചെയ്തു തുടങ്ങിയത് വീണ്ടും ഒന്നും കൂടി. അപ്പോൾ എന്തിലും നന്നായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. അത് ഇവിടെയും ചെയ്യാൻ പറ്റി എന്ന് കരുതുന്നു. അപ്പോൾ അത് തന്നെ ഇനിയും മുന്നോട്ടുണ്ടാവും. ഞാൻ ചോദിക്കുകയാണ്, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു FC ബോയ് ഉണ്ടായിരുന്നു. പുറത്തേക്ക് 60 ദിവസങ്ങൾ കഴിഞ്ഞ ഒരു FC ബോയ് പോവുകയാണ്. എന്താണ് ഇതിൻ്റെ ഇടയിൽ നടന്ന എന്തെങ്കിലും ഒരു മാറ്റം? ഒരു ആങ്കർ മാനേജ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കാം, ഒരു അക്ലമറ്റൈസേഷൻ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അനിലിന്? എനിക്ക് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അപ്പോൾ വർഷങ്ങളായിട്ട് കാണുന്ന ലാലേട്ടനെ എല്ലാ ആഴ്ചയും കാണാൻ പറ്റുന്നതിൻ്റെ ഒരു വലിയ ഭാഗ്യം. പിന്നെ ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പറ്റുന്നത് ഞാനൊക്കെ സ്വപ്നം കണ്ട ഒരു കാര്യമാണ്, ലാലേട്ടൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഇനിയും ഉണ്ടാവട്ടെ. പിന്നെ ഇവിടെ ഉണ്ടായപ്പോൾ എനിക്കുള്ള ഒരു ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ആങ്കർ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അതിനനുസരിച്ച് ബിഗ് ബോസ് പറയുന്ന പോലെ തന്നെ കുറേ ടാസ്കുകളിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് പേര് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, എൻ്റെ സൈസ് കണ്ടിട്ട്, അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ്, എൻ്റെ ടാറ്റൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ ആൾക്കാർക്ക് അറിയാം, അയ്യോ ഈസ് ലൈക്ക് വൺ ഓഫ് അസ് എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലെ തന്നെയാണ്. പിന്നെ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്ന് ലാലേട്ടൻ പറയില്ലേ, ആ രാജ്യങ്ങളെല്ലാം കണ്ടിട്ടും ഈ നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ട ഒരു ഇതെന്ന് പറയാം, എന്നോട് എല്ലാവരും പറയും ഐ ലൈക്ക് യുവർ സ്വാഗ്, ഐ ലൈക്ക് യുവർ വൈബ് എന്ന് പറയും. ഈ വൈബ് അല്ലെങ്കിൽ ഈ സ്വാഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ആൾക്കാർക്ക് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ഒന്നെങ്കിൽ വല്ല ഫ്രീക്കനായിരിക്കും, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ആൾക്കാരായിരിക്കും. പക്ഷേ ഇത്തിരി വിവരമുള്ള ആൾക്കാരും അവിടെ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്കും പ്രേക്ഷകർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഭാഷ ഒരു വേറെ രീതിയിലാണ്. ഞങ്ങൾ ചിലപ്പോൾ തല്ലുപിടിക്കുമ്പോൾ ഭയങ്കര രീതിയിലായിരിക്കും. പക്ഷേ എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഐ വാസ് വെരി പ്രൗഡ് ടു റെപ്രസെൻറ്റ് ഫോർട്ട് കൊച്ചിൻ. ഐ വാസ് വെരി പ്രൗഡ് ടു റെപ്രസെൻറ്റ് കൊച്ചി. ഐ വാസ് വെരി പ്രൗഡ് ടു റെപ്രസെൻറ്റ് മലയാളീസ് ഹൂ ആർ സിംഗിൾ, ഹൂ ഹാവ് ബ്രെയിൻ, ഗോ അബ്രോഡ്. അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് അവിടെ തന്നെ സെറ്റിലാണെന്ന് പറയാൻ, തിരിച്ചൊന്ന് നാട്ടിൽ വന്ന് ജീവിക്കാൻ ധൈര്യം കൊടുക്കണം ആൾക്കാർക്ക്. ഈ പറഞ്ഞ പോലെ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് എന്നുള്ളതാണ് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. എന്തായാലും ഇതൊരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ഇപ്പോൾ പോകുന്നത്. തീർച്ചയായും ഒനിലിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ഒരു വളരെ സക്സസ് ഉണ്ടാകട്ടെ, വിജയം ഉണ്ടാകട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് പ്രാർത്ഥന. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ലാലേട്ടൻ. എനിക്ക് വീട്ടുകാരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ?